എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോഴേ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടൊക്കെ ഇരുന്നതാണ്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിപ്പോയതുകൊണ്ട് നമ്മൾ അന്നേരം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈശുവിന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പം അതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ദോശയും സാമ്പാറാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വൈശുവിന് കൊടുത്തു വിട്ടു. അവൾ കഴിച്ചിട്ട് പോയി. ഏട്ടന് കഴിച്ചിട്ട് പോയിട്ടോ, ജോലിക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും കല്യാണം ഒരു ദിവസമായിരുന്നു, ഓഗസ്റ്റ് 19 നമ്മുടെ മാലിമേൽ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ വലിയ പ്രിപ്പറേഷനൊന്നും നടത്തിയിട്ടില്ല, ആഘോഷങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. പോകെ പോകെ എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ കൂട്ടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പോൾ ഇനി പോകുമ്പോൾ കാണാം. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തിന് ശേഷം ഞാൻ ബസ്സിൽ പോകാൻ പോവാണ് കേട്ടോ. ഞാനും വൈശികയും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. കരുനാഗപ്പള്ളിലാണ് പോകുന്നത്. അപ്പം അവിടെ വരെ ആദ്യം വെച്ചിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഉറങ്ങുവാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ രാവിലെ അല്ലേ ചിലപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആവുകയാണ്. അപ്പോൾ എനിക്കിനി ദോശ കഴിക്കണം, ബാക്കിയുള്ളവർ കഴിച്ചു. അപ്പോൾ ഭാവിയും ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിന് മുന്നേ ഈ 5 വർഷത്തിനിടയ്ക്ക് ബസ്സിൽ പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഒരു പ്രാവശ്യം നമ്മളൊരു കല്യാണത്തിന് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ KSRTCയിലോ പ്രൈവറ്റിലോ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും KSRTC, എപ്പോഴും ബസ് 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 എന്നല്ലേ. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ബസ്സിൽ വീണ്ടും പോകാൻ പോവാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാകും എന്നൊന്നും അറിയുന്നത് വെച്ചാൽ പിള്ളേരെയൊക്കെ ആയിട്ട് ബസ്സിൽ പണ്ട് അമ്മ ഇങ്ങനെ പോയി കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 2 പേരെ കൊണ്ട് ബസ്സിലൊക്കെ കയറി തൂങ്ങി ഭയങ്കര പാടുപെട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വൈശികയും കൊണ്ട് പോകാൻ പോവാണ്. വൈശികയുടെ രീതിയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് പോവല്ലേ, ചിലപ്പം നല്ലതായിട്ട് നോക്കിയൊക്കെ ഇരിക്കുമായിരിക്കും. പിന്നെ ബഹളം ഉണ്ടാക്കുവാണെങ്കിൽ എനിക്കറിയത്തില്ല. ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി നടക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. മിക്കവാറും ബസ് മൊത്തം ചാടി ഓടി നടക്കാനാണ് സാധ്യത. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മൾ റെഡി ആവാണ് കേട്ടോ. ഞാനപ്പോൾ പോയി റെഡി ആയിട്ട് വരാം. അപ്പം ഞാൻ ദോശ കഴിക്കാൻ പോവാണ് കേട്ടോ. വേണ്ടേ ദോശ. അപ്പം എൻ്റെ മുടി നന്നായിട്ട് നനഞ്ഞു, ബാക്കിലൊക്കെ വെള്ളം വീണു കേട്ടോ. കുളിച്ചിട്ട് തന്നെയല്ലേ, അതുകൊണ്ട് സൗണ്ട് ഇപ്പോഴത്തെ തുണി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശ കഴിക്കട്ടെ കേട്ടോ. ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ദോശ കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പോൾ വാവയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് അവളെ റെഡിയാക്കാം, അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊക്കെ റെഡി ആവുമല്ലേ, അപ്പം നിങ്ങളെ കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം ലാക്മിയുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്തു, നമ്മുടെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു. മോർണിംഗ് റൊട്ടീനൊന്നും ഇല്ല, നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇടുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സംഭവം ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പം ഞാനിപ്പോൾ സൺസ്ക്രീൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പുറത്ത് പോകത്തില്ലല്ലോ. നമ്മളെപ്പോഴും വീട്ടിൽ ഇരിക്കുമല്ലേ. ഞാനും പിള്ളേരായാലും ഇതുവരെ വീട്ടിലിരിക്കുക. വയസ്സ് ഇപ്പോഴാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ സൺസ്ക്രീന്. എന്നാലും വീട്ടിൽ ഇരിക്കുമ്പോഴും ഇടണമെന്നാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ചിട്ട് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല സൺസ്ക്രീൻ ഇടുന്നതിനെക്കുറിച്ച്. അപ്പം ഇന്ന് നമുക്ക് പോകുന്ന വഴിക്ക് പറ്റുകയാണെങ്കിൽ ഒരെണ്ണം മേടിക്കാം. ഭയങ്കര വിലയാണെന്ന് എല്ലാത്തിനും. നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം മേടിക്കാം. അപ്പം ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ മുഖത്തൊക്കെ ഓരോന്ന് ഇടുമ്പോൾ എനിക്ക് കുരുവൊക്കെ ഉണ്ടാവും എന്നുള്ള പേടിയാണെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ മുഖം മൊത്തം കുരുപ്പൊക്കെ ആയിരുന്നു. അത് പക്ഷെ ഒന്നും ഇട്ടിട്ടല്ല, അല്ലാണ്ട് വന്നതാണ് പണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ. അപ്പോൾ ഇതിപ്പം മാറിയതാണ് കേട്ടോ. ഇപ്പം മുഖത്ത് കുരുപ്പില്ല, പക്ഷെ ഇങ്ങനെ കുറേ കുഴികളും പാടുകളും ഒക്കെ ഇടുന്നുണ്ട്. ഈ ഫോണിനകത്താവുമ്പോൾ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഇതിട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാജൽ. ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ കുപ്പികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിട്ട് നോക്കാം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അത് ഇതിനകത്ത് ഓഫ് ആവുന്നത് പോലെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാജൽ ഹിമാലയയുടെ കാജലാണ് കേട്ടോ. പണ്ട് വൈശുവിനും വൈശയ്ക്കൊക്കെ പിരിവ് എഴുതാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു ആദ്യം വാങ്ങിക്കുന്നത്.
എനിക്ക് മറ്റേ നമ്മുടെ ഡാസ്ലറിൻ്റെ സ്റ്റിക്കായിരുന്നു. ഇത് അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഇപ്പോൾ അവർക്കും അത് തന്നെ ആക്കി. എപ്പോഴും എടുക്കാനും ഇടാനും ഒക്കെയുള്ള പാട് കാരണം എന്നുണ്ട്. ഇത് എഴുതി വെക്കാം. ഇത് ആദ്യമായിട്ട് എഴുതുന്നത് കൊണ്ടൊരു പാടായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോൾ അടുക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ ഗെറ്റ് റെഡി ഒക്കെ ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പം വലിയ കുഴപ്പമില്ലാത്ത ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ അപ്പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലൈറ്റും ഒന്നുമില്ല. കണ്ണിട്ട് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. അടിപൊളി. ഇപ്പോൾ മറ്റേ പെൻസിലങ്ങ് സ്റ്റിക്കില്ലേ, സ്റ്റിക്കല്ല മറ്റേ പെൻസിലില്ലേ, അതങ്ങ് ഭയങ്കര ബോറാണ് കേട്ടോ. അത് ഒത്തിരി ഇങ്ങനെ എഴുതിയാലേ നമ്മുടെ കണ്ണിൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒറ്റ ഇതിൽ തന്നെ കിട്ടിയില്ലേ കണ്ടേ. അപ്പം ഇത് വാങ്ങിക്കുന്നതിന് നിർത്തിയതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരുപാട് നഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ തീരുമ്പോഴത്തേക്ക് പിന്നെ എഴുതാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ണിനകത്തൊക്കെ കൊണ്ടുകയറാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞാനതങ്ങ് ഉപേക്ഷിച്ചാണ്. ഇപ്പം എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിയതാണ്. പണ്ട് 50 രൂപയ്ക്ക് പണ്ട് കുറച്ചും കൂടി വലുതായിരുന്നു കേട്ടോ. ഇപ്പം ചെറുതായി, കുഞ്ഞതാണ്. അപ്പം ഞാൻ ഐലൈനർ ഒന്നും എഴുതുന്നില്ല. എനിക്ക് ഇച്ചിരി പടർന്നിരിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി പടർന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊരു കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ണിൻ്റെ സൈഡിലെല്ലാം വന്നിട്ട് സ്മോക്കി ഐസ് കണക്കാവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വാഷ് ചെയ്താൽ പെട്ടെന്ന് പോവും. മറ്റേതൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉരച്ചൊരച്ചൊരച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി ഇളകി വന്നാലും അതൊന്നും പോവില്ല. ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറേ പൊട്ടുണ്ട്. ഇതെനിക്ക് ദേവ് തന്നെയാണ് കേട്ടോ. അവിടെ കയ്യിൽ കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഇളക്കി തന്നതാണ്. പിന്നെ അതൊന്നും ഒരു കുഞ്ഞു പൊട്ടിട്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. പൊട്ടിട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലേ. കേൾക്കട്ടെ. ഇത് മതി. ഇന്നൊരു വെറൈറ്റി. മറ്റേ ഞാൻ എന്നും വലിയ പൊട്ടല്ലേ ഇടുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി ലിപ് ബാം ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ചുണ്ട് നന്നായിട്ട് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടേ എൻ്റെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആണ്. പണ്ടൊക്കെ ഞാൻ പിന്നെ ഒന്നും ചെയ്യാറില്ല, ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ലിപ് ബാമൊക്കെ ഇടാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു 3-4 വർഷം കൊണ്ട്. അതിന് മുമ്പൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഡ്രൈനെസ് കൂടുതലാണ്. ഓയിലി സ്കിന്നാണ്, പക്ഷേ മൂക്കിൻ്റെ ആ ഒരു ഭാഗം വരുമ്പം കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. നമുക്കതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കും. അവിടെ സെറ്റായിട്ടിരുന്നോളൂ. ഇനി നമുക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കാം. നമുക്ക് കമ്മലിട്ട് കൊടുക്കാമേ. കമ്മൽ ഏത് വേണമെന്നുള്ള ഡൗട്ടിലാണ് ഞാൻ. ഇതിനകത്ത് എനിക്ക് ഏത് കമ്മലാണ് ഈ ഡ്രസ്സിൻ്റെ കൂടി ചേരുന്നതെന്ന് പറയണേ. ഇത് വേണോ അതോ ഇത് വേണോ? ഏതാ നല്ലത്? ഇത് മതി. ഇത് ഞാൻ അന്ന് നമ്മുടെ കമ്മൽ കളക്ഷനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കമ്മലിൻ്റെ കാര്യം. വേണ്ടേ? ഇത് സൂപ്പർ ഒരു കമ്മലാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് കേട്ടോ ഇടാൻ പോകുന്നത്. മറ്റേത് നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിന് കൊള്ളാം. അപ്പം ഇതിടാം. ഹലോ, അയ്യോ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ മൊത്തത്തിലൊരു പിങ്ക് മയം. ദൈവമേ, എൻ്റെ പൊട്ട് മാത്രം കാണാം, പിന്നെ എൻ്റെ പല്ല്.
ഇനി അടുത്തെന്തോ ഇനി നമുക്ക് 2 വള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വളയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതെൻ്റെ കല്യാണത്തിന് വാങ്ങിയ വളയാണ് കേട്ടോ. സ്വർണ്ണമൊന്നുമല്ല, അല്ലാണ്ട് ഫാൻസി. ഇത് ഒരു കയ്യിലിട്ട് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറാണ്, റോസ് കളറ്. അങ്ങനെ വളയിട്ടു. ഇനി മതിയോ? അപ്പോൾ വാവ ഇപ്പോൾ ദോശ കഴിക്കാമായിരുന്നു കേട്ടോ. എൻ്റെ ഇത് വാങ്ങിച്ച് തനിയെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2 ദോശ കഴിച്ച് വാവ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വാവയ്ക്ക് ഒരുങ്ങണ്ടേ? വാവയ്ക്ക് പൊട്ടൊക്കെ ഇടണ്ടേ? അപ്പോൾ വാവ കഴുകാനായിട്ട് വന്നേണ്ട. കൈ കഴുകിയിട്ട് വരാം, ഞങ്ങൾ പോയി. ടാറ്റ പറ. ടാറ്റ. അടുത്ത് നമുക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കാം. നമ്മുടെ മുടി കെട്ടുന്നതാണ് കേട്ടോ പാട്. സമയമൊക്കെ ഒരുപാടായി. പിന്നെ നമുക്ക് സമയത്തെങ്കിലും ചെല്ലണ്ടല്ലോ, നമ്മുടെ സൗകര്യത്തിന് പോയാൽ പോലെ ഇന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ റെഡിയാവുന്നത്, പതുക്കെ റെഡിയാവുന്നത്. അല്ലെങ്കിൽ ടടപട ഒരുങ്ങി തീർന്നേനായിരുന്നു എപ്പോഴേ. ഞാനിങ്ങനൊന്നും ഒരുങ്ങാറില്ല കേട്ടോ. ഇടയിലൊക്കെ പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പം ചിലപ്പം കണ്ണെഴുതും, ഒരു പൊട്ടിടും, സിന്ദൂരം ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് നോക്കാൻ പോവാണ് കേട്ടോ. ഇത് മാർസിൻ്റെ ആണ്, റോസി പിങ്ക് 04 എന്ന് പറയുന്ന ഷെയ്ഡാണ്. എൻ്റെ ഷെയ്ഡൊന്നും അല്ല, എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഇട്ടു നോക്കും ഇടയ്ക്കിടയ്ക്ക്, ഏതാ എനിക്ക് ചേരുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇതൊന്ന് ഇട്ട് നോക്കാം. ഇത് റോസ് കളറാണ് നമ്മുടെ. ഇതങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് പൊക്കോളും. മാത്രമല്ല നമ്മൾ ഈ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകാൻ സാധ്യതയുണ്ട്. ഉണങ്ങി പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ. ഇത് ലിപ് ബാം ഇടുന്നതിൻ്റെ കൂട്ടിടുന്നതായിട്ട്. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗി കിട്ടും കേട്ടോ. എൻ്റെ കണ്ടില്ലേ? അപ്പം ഞാൻ ഈ ഡ്രസ്സിൻ്റെ കളർ ആയതുകൊണ്ട് എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തോന്നും പറഞ്ഞിട്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും കേട്ടോ. ഇനി നമുക്ക് എൻ്റെ ഏറ്റവും വലിയ പണി നമ്മുടെ മുടി കെട്ടാം. മുടി നല്ലതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ മുടി കെട്ടി വെച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഷാമ്പു ചെയ്തിട്ടേക്കാണ് കേട്ടോ മുടി. അതാണിങ്ങനെ ഉണങ്ങിയതുപോലെയൊക്കെ കിടക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് ഒരു ഷാമ്പു വാങ്ങിയായിരുന്നു, ലോറിയലിൻ്റെ. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞിട്ടല്ല, ഞാൻ ഒരു പ്രാവശ്യം എവിടെയോ ഉപയോഗിച്ച് നോക്കി. എനിക്കൊന്ന് എവിടെയോ ടൂറ് പോയപ്പോഴും കണ്ടാണെന്ന് തോന്നുന്നൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കി. പക്ഷെ നല്ലതായിരുന്നു, അന്ന് ഫുള്ള് നല്ല രസമായിരുന്നു മുടി കാണാൻ. അപ്പം അതുകൊണ്ട് അന്ന് തൊട്ട് വിചാരിക്കുന്നതാണ് വാങ്ങിക്കണം എന്ന്. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയതും. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് ഒരുപാട് റോസ് ആയോ എന്നൊരു ഡൗട്ട്. തുടച്ച് കളയില്ലേ? അപ്പം ശരിയായി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ എനിക്കൊരു ആഗ്രഹം തോന്നിയാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ടിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പം ഇതുപോലെ മേക്കപ്പ് സാധനങ്ങൾ, ലിപ്സ്റ്റിക്കൊക്കെ എനിക്കങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ദൈവമൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും, ഇങ്ങനെ എന്നാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുങ്ങിപ്പോയിക്കൂടെ, കല്യാണത്തിന് പോകുമ്പോൾ ഒരുങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കളി. പക്ഷേ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പം റെഡിയാവുന്നതാണ് കേട്ടോ ഇഷ്ടം. അതാണ് ഞാനിപ്പോൾ എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. അന്നേരം അതൊന്നും വേറെ ആരും കാണുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ കാണുന്നില്ലല്ലോ, വീഡിയോ കൂടെ അല്ലേ കാണുന്നുള്ളൂ. മുടി കൊള്ളാം കേട്ടോ. ഷാമ്പു വർക്കാവുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് മനസ്സിലാവും. മറ്റേ ഇങ്ങനെ ഇരുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ.
നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്, എന്നെ കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇനി ഇത് ഞാൻ വെളിയിൽ കൊണ്ടുവന്ന് ചീപ്പിയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നിന്നിട്ടാണ് ഗെറ്റടി വിത്ത് മീ ചെയ്യുന്നത്. അപ്പോൾ ഈ അടുക്കളയിലെല്ലാം മുടി ഒഴിഞ്ഞ് വീണാൽ ഫുഡിനകത്തൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ഫുൾ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ ജടയൊക്കെ കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ മുടി. ഞാനിനി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം മുടി കിടക്കുന്നതിനൊന്ന്. നല്ല ഇതായിട്ടുണ്ട്, ചെടക്കൊട്ടും ഇല്ലായിരുന്നു. ഒരു കുറച്ച് മുടി പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ ഡെയിലി എനിക്ക് മുടി പൊഴിയാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു മുടി തന്നെ ഇന്നും പൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് മുടി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്ന്. ഇതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കുത്താൻ പോകുന്ന ക്ലിപ്പ്. ജസ്റ്റ് എനിക്ക് ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മുടി എടുത്തിട്ട് ക്ലിപ്പിടാം, അത്രയും. അപ്പം ഞാൻ മുടി കെട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് പൊട്ടിട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് എന്താകുമെന്ന് അറിയത്തില്ല. നമ്മുടെ ബാബയുടെ കൂടെയാണ് പോകുന്നത്, ബസ്സിലാണ് പോകുന്നത്. ഈ വഴിയിലെ കാണുമ്പോൾ ചേട്ടനെ കാണുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കാം, കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ വൈശിക ഒരുങ്ങിക്കഴിഞ്ഞിട്ടോ. ഇനി ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടിയിൽ പോയിട്ട് ഏട്ടൻ്റെ ഓഫീസിൽ വണ്ടി കൊണ്ടുവച്ചിട്ട് ബസ്സിന് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. വൈശിക എൻ്റെ ഇവിടെ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, കയറാനുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈശിക്ക് ബാക്കിലിരിക്കണം, പക്ഷേ ബാക്കിലിരുത്താൻ പറ്റത്തില്ല, നമ്മൾ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ടാറ്റ പറ. നമുക്ക് അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് കാണാം കേട്ടോ. അതെ, ഇഷ്ടപ്പെട്ട ബസ്. നമ്മളിപ്പം KMMലിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ഇനി നമുക്ക് കരുനാഗപ്പള്ളിക്ക് പോകാൻ വേറെ ബസ്സൊക്കെ ആണ്. അപ്പം നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം. ഞാനും അവയും കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം പോകുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നല്ല പൊടിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇതാണ് KMM. വാവേ, എങ്ങനെ ഉണ്ടായിരുന്നു ബസ് യാത്ര? ഇഷ്ടപ്പെട്ടോ? കാറ് നമ്മൾ വന്ന ബസ് ഇതേണ്ട് കിടക്കുന്നു. ഇവിടെ എങ്ങാണ്ടൊരു വാച്ചട ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് നല്ലത് വേണ്ടല്ലോ. അപ്പം നമ്മൾ അമ്മ എടുത്തിട്ട് പോകാണ് കേട്ടോ. അമ്മ അവിടെ ഒരു കടയിലാണ് തയ്ക്കുന്നത്, KMൻ്റെ അടുത്ത്. നമുക്ക് അവിടെ ചെന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട്
ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോവാം. കിടന്നല്ലോ അത് നടന്നമ്മേ കൊറേ ദൂരം. ഇത് ഇഷ്ടാ നടക്കുന്ന ഇഷ്ടാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നടന്ന് പിന്നെ കൊറേ എടുത്ത്. അമ്മയുടെ കാണുമോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചെങ്കിൽ പോരുന്നു. നാസറാൻ്റെ വിളിച്ചപ്പോൾ അമ്മ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല, വരത്തില്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. വരുമെങ്കിൽ വിളിച്ചേനെ. ഫോൺ എന്തി ആണോ? എന്താ വെട്ടമില്ല. ഞങ്ങൾ എങ്ങനെ വന്നേന്നറിയാവോ? എങ്ങനെ ആയിരിക്കും? ബസ്സിന് 5 വർഷം ബസ് കയറി. 2 ബസ് കയറി. ഒന്ന് പ്രൈവറ്റില്. അത് സമയമൊന്നും അറിയത്തില്ലല്ലോ. ഞങ്ങളവിടെ മുടിയൊക്കെ വന്നിട്ട് ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ടൈറ്റാനിക്. എനിക്ക് എങ്ങോട്ടാന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. എന്നിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി എടുത്ത് ചോദിച്ചു എങ്ങോട്ടൊക്കെ പോകുന്നതാന്നൊക്കെ. അപ്പോൾ ആ ചേച്ചി എല്ലാം പറഞ്ഞു തന്നു. അന്നേരം ടൈറ്റാനിയത്തിൻ്റെ അടുത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഇപ്പുറത്ത് നടന്ന് വന്നിട്ട് ടൈറ്റാനിയത്തിൻ്റെ അടുത്ത് നിന്ന് എറണാകുളത്തേക്ക് ബസ് കയറി ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന്. അയ്യോ കുറേ നാളായിട്ടില്ലേ? 5 വർഷം. 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസ്റ്റൻസ് തന്നെ. വൈശിക ആദ്യമായിട്ട് ബസ്സിൽ കയറി ഇല്ലേ? വൈശിക അത് 2 ബസ് കയറി. നമ്മള് ബസ് കയറിയോ? ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തപ്പോ എല്ലാരും നോക്കുന്നു ഇങ്ങനെ. ഐഷയ്ക്ക് ഇഷ്ടപ്പെട്ടു. കറങ്ങുന്ന ഭയങ്കര ഇഷ്ടമല്ലയോ? അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. അയ്യോ ലൈറ്റ് എടുക്കുന്നു. ഇതാണ് ഏട്ടൻ്റെ ഡ്രസ്സ്. ഷേപ്പ് അടിക്കാനുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഇട്ടുണ്ടെങ്കിൽ പോകുന്നു. ലൈറ്റൊന്നും ഇടട്ടില്ല കേട്ടോ. ഞാനിനി പിന്നെ ഇവിടെ ആളുള്ളപ്പോൾ വരാം. ഇവിടുത്തെ ആൻറ്റി ഇവിടെ ഇല്ല. ആൻറ്റിക്ക് പനിയായിട്ട് കിടക്കും. അതുകൊണ്ട് ആൻറ്റി വന്നില്ല കേട്ടോ. ഇനി ആൻറ്റി വരുമ്പം ഒരു ദിവസം ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം ഇവിടെയൊക്കെ. വാ, എവിടെ പോവാനാ? വാ, നമുക്കെന്താ പോവാം? കടയിൽ പോവാം. അപ്പം ഞങ്ങൾ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ഇവിടെ ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്നില്ലേ? മോയ്സ്ചർ സിറോ ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ ദേവുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പെടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ തിരിച്ച് രാജസ്ഥാനിലേക്ക് പോയി. അപ്പോൾ ഇന്ന് വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ ഒരു ഉടുപ്പെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സർപ്രൈസായിട്ട്. അപ്പോൾ അമ്മയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കടയിൽ വന്നിരിക്കുന്നത് ഡ്രസ്സ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ക്വാളിറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ. അമ്മയ്ക്കാകുമ്പോൾ അതൊക്കെ അറിയാം. അത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരെണ്ണം എടുത്തു. ഒരു കുഞ്ഞൊരു ഉടുപ്പ് വാങ്ങി. അപ്പോൾ ചെറിയൊരു ടോപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാനപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തൊക്കെ ഏത് ടോപ്പാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോയ്സിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. കുറച്ച് ടിഷ്യൂ പേപ്പറും അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സൺസ്ക്രീൻ വേണമെന്ന്. അപ്പോൾ ഞാനൊരു സൺസ്ക്രീൻ എടുത്തു. അതുപോലെ എൻ്റെ BB ക്രീം എടുത്തു. അത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞൊരു ഇതാണ് കേട്ടോ എടുത്തത്, ഏറ്റവും ചെറുത്. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമ്മൾ വലുത് വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പിള്ളേർക്ക് വേണ്ടിയിട്ട് തലയിലിടുന്നത് ഏതാണ്ടൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ KSRTC ബസ്സിൽ കയറിയിട്ടാണ് തിരിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു യാത്രയായിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വാവ എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് നന്നായിട്ട് കൈക്ക് നല്ല പെയിൻ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കി ഒഴിച്ചാലെല്ലാം സൂപ്പർ യാത്രയായിരുന്നു. ഇങ്ങോട്ട് നോക്കിയോ അവൻ?
അപ്പോൾ ഇനി തൊട്ട് എന്നും ബസ്സിൽ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് വേദനയൊക്കെ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലാതെ ശരിയാവില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കുഴയും. അപ്പം പോയി ശീലമുള്ളതാകുമ്പം നമുക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ. ഇത് പിന്നിപ്പം നമുക്ക് സമയമുള്ളത് കൊണ്ടാണ്. നമ്മള് ഇങ്ങനെ എഴഞ്ഞൊക്കെ പോയി, പതുക്കെയൊക്കെ പോയി തിരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭാവിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പോയതൊക്കെ ബസ്സിലൊക്കെ കയറിയത്. ബസ് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറിയത് ഇഷ്ടമായി എല്ലാം. വൈശിക ഭയങ്കരമായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇതിനകത്തൊക്കെ കയറുമ്പോൾ എനിക്ക് വാവയെക്കാട്ടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പോയിക്കൊണ്ടിരുന്നില്ല, സ്ഥിരം പോയിക്കൊണ്ടിരുന്നതല്ലേ. അപ്പോൾ വീണ്ടും ഇങ്ങനെ പോകാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കുഴയുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് കൂടെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു, നല്ല ക്ഷീണമുണ്ട്. പിന്നെ കുറേയൊക്കെ വാവ നടന്നു കേട്ടോ. വാവയ്ക്ക് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. പിന്നെ ബസ്സൊക്കെ വരുന്ന വഴിയല്ലേ, അപ്പം അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ എടുത്തു. അപ്പോൾ അമ്മ വന്നപ്പോൾ പിന്നെ അമ്മയും എടുത്തു. പിന്നെ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വേണമായിരുന്നു. പിന്നെ ടിഷ്യൂ വേണമായിരുന്നു. ടിഷ്യൂ നമ്മുടെ തീർന്നില്ല. നമ്മൾ മലബാർ ഗോൾഡിൻ്റെ ഒരു ടിഷ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിവിടെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. നമ്മളെപ്പോഴും തൂക്കുകയും വാരിയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ വാവമാർക്ക് ഞാൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ വാവമാർക്ക് 2 എണ്ണം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫറിൽ കിട്ടിയതാണ്. 1 ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അപ്പോൾ അതിന് ഒരെണ്ണം എടുത്തിട്ട് അതേണ്ട കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ ചോയ്സ് കയറിയിട്ട് ഒരു BB ക്രീം വാങ്ങി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഓൺലൈനിൽ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ബോറാണെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓൺലൈനിലാണെങ്കിൽ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി വെയിറ്റ് ആണ്. ഇതിപ്പോൾ 9 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 9 ഗ്രാമിന് ഏതാണ്ട് വന്നിട്ട് എത്ര വിലയൊന്നുമില്ലേ, 84 രൂപയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. 9 ഗ്രാമിന് 84 രൂപ. അപ്പം ഓൺലൈനിൽ വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റേറ്റ്. അപ്പോൾ ഇതിനിടയ്ക്ക് കറണ്ട് പോയി കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനിൽ വാങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില ഓഫറൊക്കെ കുറച്ച് കിട്ടും എന്നല്ല, അവർ ഓഫറിൽ വയ്ക്കും. അപ്പോൾ ഓഫറിൽ വയ്ക്കും അപ്പോൾ തന്നെ നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓഫർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ 50%, 60% ഓഫർ കിട്ടുവാണെങ്കിൽ അവ അത്രയും വില കുറച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ വാങ്ങുന്നതാണ് ലാഭം. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന MRP എത്രയാണോ അത് തന്നെ എടുക്കും. അപ്പം 2-3 പ്രോഡക്റ്റ് ഞാൻ വാങ്ങി. ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം നല്ല സാധനങ്ങളാണെന്ന് വെച്ചാൽ. പിന്നെയും കറണ്ട് പോയി. എന്തുവാടേ ഇത്. അപ്പം ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ ഫേസ് വാഷും അതുപോലെ ലോറിയലിൻ്റെ ഷാമ്പു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചാൽ സെയിം സംഭവം തന്നെയല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കിട്ടില്ലല്ലോ ഓൺലൈനിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് നല്ല കുറവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സെയിം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വില തന്നെയാണ് ഓൺലൈനിൽ കൊടുക്കാറ്. അപ്പോൾ ഓഫർ ഉള്ള സമയത്ത് പോയി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ കുറേ പാടുപെട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഒരെണ്ണത്തിൽ നോക്കുമ്പം റേറ്റ് കൂടുതലായിരിക്കും, ഒരെണ്ണത്തിൽ നോക്കുമ്പോൾ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോയും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് കേട്ടോ നോക്കിയത്. അപ്പം ഫ്ലിപ്കാർട്ടിൽ എനിക്കൊന്ന് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് സംഭവം നമ്മുടെ വീട്ടിൽ കുറച്ചവർ ഡേറ്റ് മുമ്പോട്ടിട്ടാലും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അവർ പറയുന്ന ഡേറ്റിലായിരിക്കത്തില്ല. അപ്പോൾ 18-ാം തീയതി എന്ന് പറഞ്ഞിട്ട് അവർ 15-ാം തീയതി തന്നെ നമുക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. വെച്ചാൽ 18-ാം തീയതിയല്ലേ വരുള്ളൂ എന്ന് വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ കിട്ടും എന്നുള്ള ഒരു ഇതിൽ വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് സംഭവം കിട്ടും. ചിലപ്പോൾ 18-ാം തീയതി വരുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല, ഇപ്പോൾ പൈസ കാണത്തില്ല കയ്യിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കരുതിയിരിക്കുക. അപ്പോൾ കരുതി വെച്ചിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിതെല്ലാം കൂടി വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ട് എന്തൊക്കെ വാങ്ങി, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത്. അപ്പം ഓൺലൈനിൽ മേടിക്കുമ്പോൾ എനിക്കും ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാട്ടെ എങ്ങനെയാണെന്നുള്ളത്.
പിന്നെ എൻ്റെ പഴയ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഞാൻ പണ്ട് ട്യൂട്ടോറിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചിനെ കണ്ടു. ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ കുറേ നേരം സംസാരിച്ചു. നമ്മുടെ ചാനലിൻ്റെ ആരും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിക്ക് മിക്കവാറും നമുക്ക് കുറച്ച് സബ്സ്ക്രൈബറിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാവ ഉറങ്ങുവാന്നോ? വാവ പെണ്ണേ ഇങ്ങോട്ട് നോക്കിയേ. വൈഷു നാണ്ടേ ഇതെന്തോ കൊണ്ടുവന്നേ നോക്കിയേ. എന്നിട്ട് ഉടുപ്പ് ഇവിടെ ഉണ്ടായിരുന്നോ? യൂണിഫോം ഊരിട്ടോ? കുളിച്ചോ വന്നിട്ട്? വൈശിക വീഴും പുറകോട്ട്. വാവ നാട്ടി ഇതെന്തോന്ന് കണ്ടോ നീ? കണ്ടേ ഇന്ന് സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ. പൊട്ടിക്കാ ബാ സർപ്രൈസ് സർപ്രൈസ് ബാ. പൊട്ടൊക്കെ ഇട്ട് വെളുത്ത് കുളിച്ചെന്ന് കുറിയൊക്കെ തൊട്ട് ഒരുങ്ങി. വൈശിക എന്തെടുക്കുക? വൈശികളെ കട്ടിലായിരുന്നേ. കട്ടിലത് മെത്തടുന്നു. അമ്മയോടുണ്ടായിരുന്നു അന്നേരം? വൈകിട്ടുണ്ടായിരുന്നു അന്നേരം? എന്റെയോ? അതെന്താ ഞാൻ മാത്രമേ കല്യാണം കഴിച്ചുള്ളൂ. അമ്മക്കല്ല കണക്കല്ല. എന്തൊരു ചോദിച്ചില്ല. ഇത് എടുക്കുന്ന നമ്മള് അവിടെ പോയിരുന്ന് എടുക്കും. ബാ ഇങ്ങോട്ട് എണ്ണീരിക്കേ. എണ്ണീരേ പിള്ളേരെ. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് അമ്മയ്ക്ക് അങ്ങനെ കട്ടിച്ചില്ലല്ലോ. ഇച്ചാക്കി എടുത്തോളൂടാ ചായി. ഇത് തലയുടെ തട്ടിയത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇല്ല അത് മാറിക്കാണും. മുടച്ചോ വൈഷു? നിന്നെ ടീച്ചർ തിരക്കി. ഇതാകുമ്പം ഇത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പൊട്ടിക്കാം. കൈയിടല്ല അങ്ങോട്ട് മാറി. അയ്യോ അതിന്റെ മുമ്പിൽ കയറിയിരിക്കുന്നോളൂ. ഇനി വച്ച എടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. ഇതും കൂടി മുറിക്കട്ടെ. അയ്യോ ഞാൻ കേക്കിനകത്തോടിട്ട് കട്ട് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്ക്രീനകത്തൊന്ന് ടച്ച് ചെയ്ത്. മൂന്നെണ്ണല്ലേ? നാലെണ്ണത്തിന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. എടുക്കല്ലേ? ഞാൻ വീഡിയോ എടുക്കാം. വീഡിയോ എടുത്ത്
അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക്. ഇത് ചെറിയ കവറാ. ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ. ഇത് വലിയ കവർ. ഇതിനകത്ത് 2 പീസ്. ഏട്ടാ 4 പീസാണോ വാങ്ങിയേ? അല്ല, ഞാൻ 4 ബില്ല് മേടിച്ചു. അതെങ്ങനെ വാങ്ങിക്കും? ഇത് ഏത് കേക്കാ? ചോക്ലേറ്റോ? ഇത് വൈറ്റ് ഫോറസ്റ്റ്. ഇത് ചോക്ലേറ്റാ ഇല്ലയോ? കട്ട് ചെയ്യാം. ഇതെന്തൊരു കേക്കാണ്. ഇതെന്തോ ഒരു കേക്ക്. ഈ കൊച്ചുപുരിയുടെ ചിരി നോക്കിയാണ് ഇതിന്റെ. അയ്യോ നാളൊക്കെയാണ് ചിരി ഒരാൾക്ക്. കേക്ക് കാണുന്നില്ലല്ലോ. കട്ട് ചെയ്തോ? മതി. ഈ പൊടിവാവായൊക്കെ ഉണ്ടോ? അവള് ചെയ്യുന്നില്ല. നല്ല കേക്കാം. ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ഇങ്ങനെ ഭയങ്കര മധുരം അടി. കേക്ക് മുറിച്ച്. അയ്യോ എൻ്റെ ഫോൺ. അമ്മ അവിടെ നിൽക്കാം. ഉടുപ്പോ അതാരല്ല. അവള് പറയാ ഒരുങ്ങാൻ. ഏട്ടപ്പോ ഇവിടെ കൊണ്ടുവന്നേ ഉള്ളു. ഇനി അടുത്തത് വൈശുവിന്. എന്തു അങ്ങ് വാരി വിഴുങ്ങുന്നത്? വാതറച്ചിട്ട് ഇത് തന്നെ. വൈറ്റ് ഫോറസ്റ്റ് ലെമൺ കൊടുക്കണം അമ്മ. മധുരം പിന്നെ ഇച്ചിരി കൊണ്ട് കൊടുക്കാം. അത് കൊടുക്കണ്ട. എന്താ ഭയങ്കര മധുരം ഇല്ലാത്ത ഇതൊക്കെ നല്ലത്. ഇതോ അത് കൊടുക്കും. അത് കൊടുക്കണം. ഇവിടെ അടുത്തത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കട്ട് ചെയ്യാം. എന്തു അങ്ങോട്ട് മാറി എല്ലാം അങ്ങ് എടുക്കുക വന്നു. ഞങ്ങളാരും തിന്നണ്ടായോ? എല്ലാം വഴിക്കുക വന്ന് ആദ്യമേ എല്ലാം വാരി വരുത്തില്ല. ഞാൻ തിന്നട്ടെ മാറി. പട്ടേലൊന്നും ഇല്ലെന്ന വാരി കുഴപ്പമില്ല. ഞാൻ എടുത്തു വെച്ചേക്കുന്ന എടുത്തു. പക്ഷെ ആദ്യത്തെ കേക്കായിരുന്നു നല്ല. അതേതാ ചോക്ലേറ്റോ? മുട്ടനൊരു കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് വിടത് ആ ക്രീം ഉള്ളത് മൊത്തം എടുത്തു. കുഞ്ഞു വായി വെച്ചത് വേടിയിടാ. ഇച്ചിരി കടിച്ചു അവള് തരുന്നിട്ടില്ലേ? കൊള്ളാവോ? എഴുന്നേറ്റോ? ശരിയായിട്ട് ഇതിനാ മധുരം കൂടുതൽ കേട്ടാ. ചോക്ലേറ്റിന്റെ ഭയങ്കര മധുരം.
അറ്റത്തിരിക്കണം കേട്ടോ. ഇവിടെ നിന്നോ 7:15 അമ്പലത്തിനാണോ 7 മണി. ആണോ 7 മണി. 7 മണിക്ക് അവിടെ കയറിയതാണ്. നിങ്ങള് 5 മണിക്ക് എണീറ്റ് എന്നിട്ട് പിന്നെ 5 മണി അമ്മേ എല്ലാരും ഇറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇറങ്ങിയ മോൻ 2 കുടികളെ സർവീസ് അല്ലമ്മേ ഒരു 2.5 മണിക്കൂർ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഗുളിക കാണിച്ചാൽ വീട്ടിൽ പോകുന്ന കാര്യമാണ്. വീട്ടിലിട്ട് ആ മുട്ട ഒരു ചേച്ചി ആരും തിന്നില്ല. ഞാൻ ഒന്നും കഴിച്ചില്ല ഫുഡ്. ആ, നീ കഴിച്ചിട്ടാ വന്നേ? അല്ല ഒന്നും തിന്നില്ല. പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ വിശപ്പൊക്കെ പോയി. പക്ഷേ ഞാനത് കരുനാഗപ്പള്ളി വരെ. അല്ല അല്ലല്ലേ പറഞ്ഞേ ദേവുവിനൊരു ഉടുപ്പ് മേടിച്ച് അമ്മയുടെ കൊടുത്തുവിടാൻ സർപ്രൈസ് കൊടുക്കാൻ. വെഡിങ് ആനിവേഴ്സറി അല്ലയോ? എനിക്കല്ല, അവക്ക് കൊടുക്കാന്. അവിടെ ഇരുന്നല്ലേ പിന്നെ അമ്മയെല്ലാം മറന്നു പോയോ? 2 കല്യാണമല്ലായിരുന്നു ഒരു. അങ്ങനെ അതിന് പോയിട്ട് വന്നേ, അതാ താമസിച്ചത്. നമുക്ക് പോവാം. വീട്ടിൽ ഓക്കെ. ഇനി വൈഷുവിനൊരു സർപ്രൈസ് ഉണ്ട്. വൈഷുവിനൊരു സർപ്രൈസ് ഉണ്ട്. അത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പഠിച്ചു കേട്ടോ. അപ്പൊ നമ്മള് വീഡിയോ നിർത്തുന്നില്ല. നമുക്ക് ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. അതും കൂടി കാണിക്കാം. അപ്പൊ ഉച്ചയ്ക്ക് ഏട്ടൻ മുട്ടയൊക്കെ പൊരിച്ച് ചോറ് തിന്നായിരുന്നു. ഞങ്ങൾ വന്നില്ലല്ലോ. അപ്പം സാമ്പാർ രാവിലത്തെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടൻ ചോറ് കഴിച്ചു എന്ന് ഞാൻ വിളിച്ചപ്പോൾ. പിന്നെ ഞാൻ വന്നിട്ടൊന്നും കഴിച്ചില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പോയിട്ടൊന്നും വിശപ്പെല്ലാം പോയിട്ട് ഒന്നും കഴിച്ചില്ല. ഫുഡൊന്നും കഴിച്ചില്ല. ആ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു വരുന്ന വഴിക്ക്. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. ഭാവി ഏതാണ്ടൊക്കെ കഴിച്ചു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. ചോറ് ചെന്നിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. ഇയാളിവിടെ നിന്നേ ഇല്ലേ, പിന്നെ എങ്ങനെ അതായിരുന്നേ? അത് നമുക്ക് ഇനി നാളെ പോകുമ്പോഴേക്കും നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കും. പോവാം. യു ഏട്ട തോപ്പി കിടക്കുന്നു. ബാ ഏട്ടാ, സമയത്തിലായി. ഏട്ട കിടന്ന് ഇനി എഴുന്നേക്കത്തില്ല. വാ വാ വാ. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോകുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈഷുവിന് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ശരിക്കും എനിക്കാണ് കേട്ടോ സർപ്രൈസ് കിട്ടിയത്. ഷോള് കൊള്ളാവോ? ചേരുന്നുണ്ട് പക്ഷേ അളവ് ലാർജ. എനിക്ക് ഡബിൾ എക്സൽ എക്സലോ. നമുക്ക് എന്തായാലും നാളെ ഒരു കടയിൽ കൊണ്ട് കൊടുക്കും. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയേ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോണ കേട്ടോ. നമുക്ക് കുബൂസ് ഉണ്ട്. ഇതെന്തോ സാധനം? അൽഫാമോ? ചിക്കൻ മന്തി അല്ല, അതെന്തോ മന്തി? ഇതല്ലേ ചിക്കൻ? ഷവായി. ആ, ഷവായി. ഇതാണ് ഷവായി. ഇത് മന്തിയാണ്. മന്തിയുടെ ചിക്കൻ ഇവിടെ ഉണ്ട്. ഇതാണ് മന്തി ചിക്കൻ. മനസ്സിലായോ? ഇതാണ് മന്തി ചിക്കൻ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.